മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഭാഗം ഏതാണെന്ന് അറിയാമോ? യേശു നമ്മളെ സ്നേഹിക്കുന്നു. അച്ഛാ, യേശു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ചോദ്യം. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, അതുപോലെ തന്നെ കള്ളം പറയാതെ ജീവിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഏത് ചെറിയ ആഗ്രഹവും ദൈവം സാധിച്ചു തരും. ഫാദർ, ഇതാര്? സ്റ്റെല്ല മോളോ? വാ. മോൾ ഉറങ്ങിയില്ലേ? ഇല്ല മമ്മി. മമ്മി വാ. ഇപ്പൊ വരാട്ടോ. മമ്മി, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് പപ്പ വരുവോ? ഇത്രയും നാൾ നീ പപ്പയെ കുറിച്ച് ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ ഇപ്പോ? അന്ന പറയുവാ ഈ വട്ടത്തെ ക്രിസ്മസിന് അവളുടെ പപ്പ വരുമെന്ന്, ഒരുപാട് സമ്മാനങ്ങളായിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പപ്പയും വരുമെന്ന്, ഒരുപാട് സമ്മാനങ്ങളും എല്ലാം ആയിട്ട്. അല്ലയോ മമ്മി? ഗ്രേസേ, കുറച്ച് ദിവസമായി നിന്നോട് ഞാനൊരു കാര്യം പറയണമെന്ന് ആലോചിച്ചിട്ട്. അല്ല, മൈക്കിളിന്റെ കാര്യമൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. വേറെ ഒന്നുമല്ല, ഇത്തവണ ക്രിസ്തുമസിന് അവളുടെ പപ്പയും കൂടെ ഉണ്ടാവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ അവൾ അങ്ങനെ എഴുതി തരികയും ചെയ്തു. അതെനിക്ക് അറിയാച്ചോ, അവളുടെ ആഗ്രഹം. അതവള് വീട്ടിലും പറയാറുണ്ട്. പക്ഷേ അച്ഛൻ അറിയാലോ, ഇനി അത് വേണ്ടച്ചോ. മോൾക്ക് ഞാൻ മാത്രം മതി. എനിക്ക് സമയമില്ല അച്ഛൻ, ഞാനെങ്കിൽ അങ്ങോട്ട്. ഉറങ്ങണ്ടേ? ഇന്ന് ഉറങ്ങാൻ പറ്റൂല, ഇന്ന് സാന്റാക്ലോസ് വരുമല്ലോ. സാന്റാക്ലോസോ? ഇപ്പോഴോ? എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയല്ലോ. സാന്റാക്ലോസ് വരുവാണെങ്കിൽ മമ്മി വിളിക്കാം കേട്ടോ. ഗോഡ് പ്രോമിസ്. ഗോഡ് പ്രോമിസ്. ഹായ് സാന്റാക്ലോസ് വന്നു. മോളെ, കഴിഞ്ഞതൊന്നും മറക്കാൻ ഞാൻ പറയുന്നില്ല. അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഫാദറിനെല്ലാം അറിയാം. നീയും
മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല എന്ന് കരുതി എനിക്ക് നിങ്ങളോട് അടുപ്പവും തോന്നുന്നില്ല. എനിക്കിപ്പോൾ മുന്നോട്ട് പോകാൻ എൻ്റെ മോളുണ്ട്. അന്ന് പിരിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു. മൈക്കിളെ, എന്താണ് ഇത്? അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ ഫാദർ പോയത്. എൻ്റെ മോളുടെ ആഗ്രഹം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവളോട് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മാത്രമല്ലല്ലോ, തിരുത്തലുകളുടെ കഥയല്ല. ഇനി ഞാൻ അച്ഛനൊരു വാക്ക് പറയാം. അടുത്ത ക്രിസ്മസ് എൻ്റെ മോളുടെ അവിടെ എത്തുമായിരിക്കും.